എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വാസമാണ്. ആകപ്പാടെ വല്ലപ്പോഴും സംശയം തോന്നുന്നത് ഞാൻ ദീർഘയാത്രയ്ക്കൊക്കെ പോയിട്ട് വരുമ്പം ആ സഞ്ചാരത്തിൻ്റെ വീഡിയോ നോക്കും. എന്നിട്ട് അതിനകത്ത് വല്ല പെൺപിള്ളേർ എൻ്റെ പുറകെ പോരുന്നുണ്ടോ. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരും? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ചേച്ചിയുടെ കയ്യിൽ നിന്ന് അന്ന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് സാർ യാത്ര പോയ കഥകൾ ഞാൻ ഒരുപാടെടുത്ത് വായിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഒരു പിതാവിന് സംശയങ്ങളുണ്ടാവും, ഇയാൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ. അദ്ദേഹം എനിക്ക് തന്നിരുന്ന ഒരു ഉപദേശം ഇതേ ഉള്ളൂ: നിനക്കിഷ്ടമുള്ള പാത തീരുമാനിക്കാം, നിനക്കിഷ്ടമുള്ള തൊഴിലിൽ ഏർപ്പെടാം, പക്ഷെ അതിന് പൈസ ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്. അതിനുള്ള പണവും നീ തന്നെ ഉണ്ടാക്കിക്കോണം. വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങിൻ്റെ ആവശ്യമില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാളുടെ കൂടെ അങ്ങ് താമസിച്ചാൽ മതി, അല്ലേ? സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്തിനാണ്